യോ 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 എന്തുവാ സംഭവം എന്നല്ലേ, അടിപൊളി ഒരു സാധനമാണ്. ഞാൻ ഈയിടെ ഒരു ദിവസം ഇത് ഉണ്ടാക്കി എൻ്റെ ചാനലിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണം. ഇത് ഞാൻ പഞ്ചുചേട്ടനായിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സാധനമാണ്. പഞ്ചേട്ടൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? പിന്നെ എന്തുവാ, നിങ്ങൾ മാത്രം ഉണ്ടാക്കി കഴിക്കുവാണ്, ഞാൻ വരുമ്പോ ഒന്നും ഉണ്ടാക്കി തരത്തില്ലെന്ന്. അപ്പൊ ഞാൻ പഞ്ചേട്ടന് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കിയ കേട്ടോ. എന്താണാവോ? സാധാരണ ഇത് തിരുവോണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഈ സാധനം ഞാൻ ഇന്ന് പഞ്ചേട്ടന് ഡെസേർട്ട് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പലതരം ഡെസേർട്ട് കഴിച്ചിട്ടുണ്ട്. ഈ മേത്തക്ക കൊണ്ടൊക്കെ ഡെസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് പഞ്ചേട്ടന് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ കൊടുക്കുന്നത് കേട്ടോ. സോ ഗൈസ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങോട്ട് നമുക്ക് കാണാം. സോ ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? കാണാം. പഞ്ചേട്ട, ഇത് ഏത്തക്ക വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് നമ്മള് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പഞ്ചേട്ട വന്നപ്പോ ഞാൻ തന്നില്ലേ, ഈ സെയിം സാധനം തന്നെയാണ്. ചെടിന്റെ അകത്തോട്ട് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിക്കണേ. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായതാണേ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ നല്ലൊരു ഫ്ലേവർ വരും, ഇങ്ങനെ തിളച്ച് വരുമ്പോ. എന്നിട്ട് നമുക്ക് അടുത്ത സാധനം ഇടാം. ഈ എക്സ്പ്രഷൻ പോലെ ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ, ഈ പറയുന്ന എക്സ്പ്രഷനെ അതുപോലെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ലേശം പാലൊഴിക്കുക. തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്, നമ്മളിപ്പോൾ പശുവും പാലാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് 2-3 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി. അപ്പം വേണ്ട, നമുക്ക് ഡെസേർട്ടിനുള്ള സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പഞ്ചുചേട്ടനെ വിളിക്കാം. പഞ്ചുചേട്ടാ, വാ വാ. പറയൂ, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ. മണമൊക്കെ എങ്ങനെയുണ്ട്? നല്ല മണമൊക്കെ ഉണ്ട്. നല്ല പഴുത്ത പഴം, ഇങ്ങനെ ശർക്കര മണം ഉണ്ട്, അതൊക്കെ ഇട്ടുണ്ട് എനിക്ക്. അപ്പൊ ഇത് ഒന്ന് തണുക്കട്ടെ. ഇത് തണുക്കാതെ ഇത് കഴിക്കാൻ പറ്റത്തില്ല, ചൂടായിരിക്കുന്നല്ല. അല്ലല്ല, ഇതൊന്ന് തണുത്തോട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. അതെ അതെ. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാവേ. പെട്ടെന്ന് തണുത്ത് കിട്ടി. ഇതിലാകുമ്പം ഈ ചട്ടിയുടെ ചൂടും കൂടെ കാരണം പെട്ടെന്ന് തണുക്കത്തില്ല. ഈ ഡെസേർട്ടിന് ഫുൾഫിൽ ആകണമെങ്കിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വേണം. അത് ഏത് ഫ്ലേവർ വേണേലും ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ വാനില ഫ്ലേവറാണ് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് പഞ്ചുചേട്ടനെ, അങ്ങനെ നമ്മുടെ ഡെസേർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പഞ്ചുചേട്ടനെ വിളിക്കാവേ, എന്നിട്ട് ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. പഞ്ചുചേട്ടാ, എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഇനി വന്നാ പോരായിരുന്നോ? ഇത് എങ്ങനെ ഉണ്ടെന്ന് പഞ്ചുചേട്ടൻ ഇപ്പൊ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ഇനി പേരൊന്നുമില്ല. ഇത് തിരുവോണത്തിന് ഇതേ തിരുവോണത്തിന് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ ഇതൊരു ഡെസേർട്ട് ആക്കി എടുത്ത് കേട്ടോ. സത്യത്തിൽ എനിക്ക് കൊതി വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? അത്രേ ഉള്ളൂ. ആണോ? അടിപൊളിയാ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊള്ളാം കേട്ടോ. ഞാൻ എന്റെ ഭാര്യക്ക് കൊടുക്കട്ടെ. സൂപ്പർ. ചുമ്മാ പറയല്ല, കൊള്ളാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോ ഓണത്തിന് ഗസ്റ്റ് ഒക്കെ വരുമല്ലേ, അപ്പൊ അവർക്കും കൊടുക്കാം കേട്ടോ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ണാ ഫുള്ള് കിട്ടിയോ അണ്ണാ?